السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാന്മാരായി അടിയാർത്ഥികളായി ജീവിക്കുവാനുള്ള കഠിനമായ പരിശ്രമവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുണ്ടാകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണാർത്ഥത്തിൽ ജീവിതം ക്രമപ്പെടുത്തി അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു സമയത്ത് റഹ്മാനായ റബ്ബിൻ്റെ അലംഘനീയമായ വിധിക്ക് വിളി കേൾക്കേണ്ടി വന്നാലും ഈമാൻ കിട്ടി മരിക്കാനും ആദ്യാവസരത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള അപാരമായ തൗഫീക്ക് സാധുക്കളായ നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും നിർണായകമായ രാപ്പകലിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഗൗരവം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. കഴിവിൻ്റെ പരമാവധി നന്മകളിൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ കോർത്തിട്ട് കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്യാനും നാളിതുവരെ ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും റബ്ബിനോട് ഏറ്റുപറയാനും ഒരു പുതിയ ജീവിതം തന്നെ റമദാൻ അനന്തരം ഇൻഷാ അല്ലാഹ് കെട്ടിപ്പടുക്കാൻ തക്ക രൂപത്തിൽ ഈ അവസാന ദിനരാത്രങ്ങളെ കൂടെ നന്നായി ഉപയോഗപ്പെടുത്താനൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അതിന് തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകളാണ്. റബ്ബെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ എല്ലാ കർമ്മങ്ങളുടെയും സ്വീകാര്യത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇബാദത്തിൽ കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിക്കൊണ്ട് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന കർമ്മം എന്ന നിലക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച വാക്ക് നിസ്കാരം. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. നിസ്കാരമാണ് ഒരാളുടെ ആദ്യത്തെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന കർമ്മം എന്നാണ്. അത് ശരിയാവുകയാണ് എങ്കിൽ ബാക്കിയുള്ളതെല്ലാം അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വിചാരണ എളുപ്പമാകുമെന്നും, എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുന്നോട്ട് പോക്കൊരല്പം പ്രയാസമാണ് എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരം അത് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഭക്ഷണവും പാനീയവും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലേ? ഭക്ഷണവും പാനീയവും ഒക്കെ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമാണ്? അപ്പോൾ നമുക്കാർക്കെങ്കിലും കഴിയുമോ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ? നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കലല്ലേ മഗ്‌രിബ് ബാങ്കിന് വേണ്ടിയിട്ട്.
കഴിയില്ല, നമുക്ക് അത്രയും ആവശ്യമാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ആവശ്യമുള്ള കാര്യമാണ് ആരാധനകൾ എന്നാണ് പണ്ഡിതന്മാർ പറയുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിക്കിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആരാധനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, ഫഇന്ന ഇബാദത്തുഹും തൗഅൻ വ മഹബ്ബതൻ വരിള. അള്ളാഹുവിനെ അനുസരിച്ചും അള്ളാഹ്ക്ക് വഴിപ്പെട്ടും തൃപ്തിയോടും ഇഷ്ടത്തോടു കൂടെയും ഒരു അടിമ ചെയ്യുന്നവരുടെ ഇബാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഹ ഖുർറത്തു ഉയൂനിഹിം, വിശ്വാസികളാണോ അവരുടെ കണ്ണിന് അത് വല്ലാത്ത കുളിർമയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വസുറൂറു ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അത് വല്ലാത്ത സന്തോഷമായിരിക്കുന്നു. ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വലദ്ദത്തു അർവാഹിഹിം, അവരുടെ ആത്മാക്കൾക്ക് അത് വല്ലാത്തൊരു ആനന്ദമായിരിക്കുന്നതാണ്. നമ്മുടെ റൂഹിന് ഇബാദത്തുകൾ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. കാരണം നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇബാദത്തുകളെ പോലെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ ഇന്ന അഹദുക്കും ഇദാ ഖാമ ഫി സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹ, നിങ്ങളിൽ ഒരുത്തൻ നിസ്കാരത്തിലേക്ക് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ റഹ്മാനായ റബ്ബിനോടുള്ള സംസാരത്തിലാണെന്ന്. വേറെ ഏതെങ്കിലും ഇബാദത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. റബ്ബുമായിട്ടുള്ള സംഭാഷണമാണ് യഥാർത്ഥ നിസ്കാരം. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മളേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്തു തരുന്ന, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെ നമ്മളിങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തുക്കൂലേ. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ റബ്ബ് നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഇതുവരെ ഈ സെക്കൻഡ് വരെയും ഇനി അങ്ങോട്ടും തരാൻ നിൽക്കുന്ന റഹ്മാനായ റബ്ബ്, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മളെക്കാൾ നന്നായി അറിയുന്ന റബ്ബ്, നമ്മുടെ ഉള്ളും പുറവും നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബിനോട് സംസാരിക്കാം. ദുനിയാവിൽ വെച്ച് റബ്ബിനോട് സംസാരമാണ് യഥാർത്ഥ നിസ്കാരം എന്നാണ്. എത്ര കാലമായി നമ്മൾ നമസ്കരിക്കുന്നു, നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ഞാൻ എൻ്റെ റബ്ബിനോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊരു ചിന്തയോടുകൂടെ എണീറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. അള്ളാഹു റസൂൽ പറയാണ്, ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ഔ ഇന്ന റബ്ബഹു ബൈനഹു ബൈനൽ ഖിബ്ല, അവൻ്റെയും അവൻ്റെ ഖിബ്ലയുടെയും ഇടയിൽ റബ്ബുണ്ട് എന്നാണ്. റബ്ബിൻ്റെ മുൻപിൽ പോയി നിന്ന് നമുക്ക് പറയാനുള്ളതെല്ലാം നിന്നും കുനിഞ്ഞും കിടന്നും ഇരുന്നും പറയുന്നതിൻ്റെ ആകമൊത്തത്തിലുള്ള പേരാണ് നിസ്കാരം എന്നാണ്. റബ്ബുമായിട്ടുള്ള സംസാരം. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയിട്ട് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ അവിടെ നടക്കുന്ന രംഗം പറയുന്നുണ്ട്. എന്താ? അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഒരു അടിമ, ഇദാ ഖാലൽ അബ്ദു, ഒരു അടിമ പറയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓരോ വക്തിലും നമ്മൾ പറയാണ്. അത് പറയുമ്പോൾ റബ്ബ് പറയുന്നത്, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്നത് അർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമായ റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയുന്നതാണ്, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ ഇതാ വണങ്ങിയിരിക്കുന്നു, പുകഴ്ത്തിയിരിക്കുന്നു, ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. പിന്നെ നമ്മൾ വീണ്ടും പറയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇത് റബ്ബിനോട് നമ്മൾ കൊടുക്കുന്നൊരു കരാറാണ്. നമ്മൾ റബ്ബിനോട് കൊടുക്കുന്നൊരു കരാറാണെന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഇബാദത്തുകൾ മുഴുവനും പടച്ചോനെ വേറൊരാളുടെ മുമ്പിലുമില്ല, ഒരു ജാറത്തിന് മുമ്പിൽ ഞാൻ കൊണ്ടുപോയി വെക്കൂല, വേറെ എവിടേക്കും ഞാൻ എൻ്റെ ഇബാദത്ത് ഇരിക്കൂല. അല്ലാ, നിനക്ക് വേണ്ടി, നിൻ്റെ തൃപ്തിക്ക് വേണ്ടി, നീ ഒരുക്കി വെച്ച സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത്. ഇയ്യാക നസ്തഈൻ, ഞാൻ നിന്നോട് സഹായം ചോദിക്കണമെന്നാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് പറയുമ്പോൾ അള്ള കൊടുക്കണ വാക്കെന്താ പറയുക? അള്ള കൊടുക്കണ മറുപടി, ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅല, ഇതാ എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ ഒരു കരാറ് രൂപപ്പെട്ടിരിക്കുന്നതാണ്. ഇനി എൻ്റെ അടിമ എന്താണോ ചോദിക്കണത് അത് ഞാൻ എനിക്ക് കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ എന്താ പറയണത്? ഇനി ചോദിച്ചോ, ഇനി എന്താ ചോദിച്ചാൽ തരാമെന്നാണ്. നിസ്കാരത്തിൽ നടക്കുന്ന സംഭവം പറയണത്. ഒരു ളുഹറിന് വരുമ്പോൾ ഒരു തവണ മാത്രമാണോ? അല്ല, ഓരോ വക്തിൽ നടക്കുന്നുണ്ട്.
അപ്പോൾ ളുഹർ 4 തവണ നടക്കുന്നുണ്ട്, അസർ 4 തവണ നടക്കുന്നുണ്ട്, മഗ്രിബിനും 3 തവണ നടക്കുന്നുണ്ട്. ഓരോ വക്തിൽ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി എൻ്റെ അടിമ ചോദിച്ചോ അതെന്താണ് എനിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പിന്നെ ഭൗതിക ലോകത്ത് ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നല്ല നമ്മൾ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ അള്ളനെ നമ്മളോട് പരിചയം ചോദിച്ചു ഞാൻ തരാമെന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാൻ എന്താ അറിയോ? നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അള്ളനെ പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, എനിക്ക് വേണ്ട എന്താണെന്നറിയോ? നീ സ്വർഗത്തിലേക്ക് എത്തുന്നൊരു മാർഗം ഉണ്ടല്ലോ, സ്വർഗത്തിലേക്ക് എത്തുന്നൊരു മാർഗം സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ നീ എന്നെ ഇങ്ങനെ വഴി നടത്തിയാൽ മതി എന്നാണ്. എനിക്കൊരു മരണമുണ്ടോ, ആ മരണം ആ സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് മരിക്കാൻ എനിക്ക് കഴിയണം. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണേന്നാണ് സഹോദരാ പറയണത്. ഞാൻ എത്ര കാലമാണ് ഈ ഭൂമി ലോകത്ത് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല. എന്തൊക്കെ ഫിത്നയും ഫസാദാണ് ലോകത്തിൽ വരിക എന്ന് പറയാൻ പറ്റൂല. ഈമാൻ പിടിച്ചു കുലുക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും പടച്ചോനെ, ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഈമാൻ സംരക്ഷിച്ച് ആ ഹിദായത്തിൽ എന്നെങ്ങനെ അടിയുറപ്പിച്ച് നിർത്തണേന്നാണ്. എന്നിട്ട് പറയാണ്, ആര് ജീവിച്ച പാത എന്നറിയോ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ച കുറേ ആളുകളില്ലേ, പിന്നെ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹ് പറഞ്ഞില്ലേ അല്ലേ? അമ്പിയാക്കളുടെ, മുർസലീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളൊക്കെ ഇവരൊക്കെ നടന്നു നീങ്ങിയ ഒരു വഴിയുണ്ട് പടച്ചോനെ, ആ വഴിയിൽ മരണം വരെയും എന്നെ നീ നിർത്തണേ എന്നാണ്. അതാണ് നമ്മൾ യഥാർത്ഥ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിയുമ്പോഴോ, പിന്നെ നമ്മൾ റുക്കൂയിൽ പോകുമ്പോഴോ നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണ്, അള്ളാഹിനെ വാഴ്ത്താണ്. സുജൂദിൽ കടന്നിട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്തിറൂ ഫീഹി ദുആ, നിങ്ങൾക്ക് വേണ്ട ഹലാലായ ദുആകളൊക്കെ ചോദിച്ചോളി എന്നാണ് അല്ലേ? അള്ളാഹ്ക്ക് വാഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷനാണ്. ആ പിന്നെ സുജൂദിനിടയിലുള്ള ഇരുത്തല്ലേ സുഹൃത്തുക്കളെ, സുജൂദിനിടയിലുള്ള ഇരുത്തല്ലേ, ആ ഇരുത്തത്തിൽ നമ്മൾ എത്ര കാര്യം ചോദിച്ചറിയും? എത്ര കാര്യം ചോദിച്ചു? 7 പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു. റബ്ബി ഗഫിർലി വർഹംനി വജ്ബർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 കാര്യമാണ്. ഓരോന്നും ഓരോ ഖുതുബക്കുള്ള വിഷയമുണ്ട്. ഓരോന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ അല്ലേ? പുറത്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നരകാണ്, അത്രേ ഉള്ളൂ. അപ്പം നരകത്തെ രക്ഷപ്പെടുത്തനാ പറയുന്നത്. വർഹംനി, എനിക്ക് നീ കരുണ കാണിക്കണേ. കരുണ ഇല്ല എന്നുള്ളവർക്ക് സ്വർഗപ്രവേശനം ഇല്ല എന്നാണ്. അപ്പം ഈ 2 വാക്കിലൂടെ എന്താണ് ചോദിച്ച്? ഈ 2 വാക്കിലൂടെ എന്താ ചോദിച്ച്? നരകമോചനവും സ്വർഗപ്രവേശനമാണ് ചോദിച്ചത്. വർഫഅനി, എന്നെ നീ ഉയർത്തണേ, ഇഹലോകത്തിനും പരലോകത്തിനും എനിക്ക് നീ ഉയർച്ച സമ്മാനിക്കണേ എന്ന്. എവിടെയും നമ്മൾ താഴോട്ട് പോണ സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. വഹ്ദിനി, എനിക്ക് ഹിദായത്ത് നൽകണേ എന്നാണ്. പിന്നെ വർസുഖിനി, എനിക്ക് റിസ്ക് നൽകണേ എന്നാണ്. വജ്ബിർനി, എൻ്റെ ന്യൂനതകൾ എനിക്ക് നീ പരിഹരിച്ചു തരണേ എന്നാണ്. കുറവുകളുണ്ട് എനിക്ക് പടച്ചോനെ, അത് നീ എനിക്ക് പരിഹരിച്ചു തരണേ എന്നാണ്. വആഫിനി, എനിക്ക് നീ ആഫിയത്ത് നൽകണേ എന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര നേരം നമ്മളെടുത്ത്? ആകെ ഒരു 15 സെക്കൻഡ് മാക്സിമം അല്ലേ? അത്ര എടുക്കലില്ല. ആലോചിക്കും, പ്രാർത്ഥനകളുടെ വല്ലാത്തൊരു ഒരു സന്നിവേശിക്കപ്പെട്ട സമയമാണ്, സന്ദർഭമാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത്തഹിയാത്തിലൊക്കെ അതന്നെയാണ് പരിപാടി. അവസാനത്തെ പിന്നെ തശഹൂദിൽ അതന്നെയാണ്. ഇഷ്ടം പോലെ ചോദിക്കുകയാണ്. എത്ര പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സലാം വീട്ടുന്നതിന് മുൻപ് ചോദിച്ചോളി എന്നാണ്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ചോദിക്കാമെന്നാണ് പറഞ്ഞു. ഉത്തരം കിട്ടുന്ന സമയമെന്നാണ്. കാരണം എന്താ? അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി? ആ നിസ്കാരത്തിലുള്ള സംസാരം നമ്മൾ അവസാനിപ്പിക്കണം അല്ലേ? സലാം വീട്ടുന്നതോടുകൂടെ എന്തായി? ആ സംസാരം നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ ഏറ്റവും പോരിശയാക്കപ്പെട്ട സമയമാണ് ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് കണ്ട് പറയണത്, പ്രവാചകൻ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഏതാ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. സുന്ദരമായ പ്രാർത്ഥന. അല്ലാഹുവേ, ചെയ്തു പോയിട്ടുണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ എന്നാണ്. ഞാൻ ചുരുക്കി പറഞ്ഞ എന്താ അറിയോ സുഹൃത്തുക്കളെ, നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥനകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചെറുതും വലുതുമായി നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നാണ്. ഇത്രയൊക്കെ അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക്
പിന്നെ നിസ്കാരത്തിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി നിസ്കാരത്തിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നതോടുകൂടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നമ്മൾ സലാം വീട്ടി നിസ്കാരത്തിൻ്റെ പിന്നെ പുറത്ത് ചാടിനിടയിൽ കണ്ടമാനം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദുനിയാവിലും ആഖിറത്തിലും വേണ്ട എല്ലാ നന്മകളും നമ്മൾ ചോദിച്ചിറങ്ങി. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ നല്ലോണം ആലോചിക്കണം അല്ലേ? നിസ്കാരത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു റസൂൽ എന്താ പറഞ്ഞു അല്ലേ? നിസ്കാരത്തിൻ്റെ പ്രയോജനങ്ങൾ ആലോചിക്കുക. വരവിന് പോലും ഒരു കാലിങ്ങനെ ഒന്നൊക്കെ എടുത്തിട്ട് ഒരാൾക്കാർ കാലിങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ വലതുകാല് വെക്കുമ്പോൾ അവനക്കൊരു നന്മ രേഖപ്പെടുത്തുന്നതാണ്. ഇടതുകാല് വെക്കുമ്പോൾ അവൻ്റെ ഒരു തിന്മ റബ്ബ് പുറത്തു കൊടുക്കുന്നതാണ്. ഒരു ദറജ റബ്ബ് കൂട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ലൊഹറിന് നിസ്കരിച്ച് പെരെ പോയിട്ട് അസറിന് കണ്ട് വരുമ്പോൾ ലൊഹറിനുള്ള റബ്ബിൻ്റെ അടുത്തുണ്ടായിരുന്ന ദറജയല്ല അസർ നിസ്കാരത്തിന് നമ്മൾ വന്നപ്പോൾ കൂടി. കാരണം എന്താ? നമ്മൾ നടത്തതിന് പടച്ചോൻ ദറജ കൂട്ടി തന്നതാണ്. അതുവരെ ഉണ്ടായിരുന്ന നന്മകളല്ല ആ ഗ്രാഫ് വീണ്ടും കൂടി. യഥാർത്ഥത്തിൽ ഒരാൾ ഒരു ദിവസം നിസ്കാരം ഒന്ന് വളരെ മനസ്സ് തട്ടിയിട്ട് നിർവഹിക്കുകയാണെങ്കിൽ തന്നെ സഹോദരങ്ങളെ എമ്പോടും നന്മകൾ നേടിയെടുക്കാൻ അവർക്ക് അതിനോടുകൂടെ കഴിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുമ്പോൾ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ അവൻ്റെ പിന്നെ ഓരോ അവയവങ്ങളിലേക്കും വുളുവിൻ്റെ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ആ അവയവങ്ങളിലൂടെ സംഭവിച്ചു പോയ പാപങ്ങൾക്കുള്ള പരിഹാരമാണെന്നാണ് അല്ലേ? അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടതും പിന്നെ നാവ് കൊണ്ട് പറഞ്ഞതും ചെവി കൊണ്ട് കേട്ടതും കൈകൊണ്ട് പിടിച്ചതും കാലുകൊണ്ട് നടന്നതും ഒക്കെ അറിയാതെ വന്നുപോയ പാപങ്ങൾക്കൊരു പരിഹാരമാണെന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ അറിയോ? ഒരു മനുഷ്യൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെ ഒരു അരുവിങ്ങനെ പോണ്ടെന്ന് കരുതുക. 5 തവണയും അദ്ദേഹം അതിൽ ഇറങ്ങി കുളിച്ച് വൃത്തിയാകുന്നുണ്ടെങ്കിൽ ശരീരത്തിലെ വല്ല നജസും ബാക്കി ഉണ്ടാവുക വെച്ചില്ലേ? ഇതുപോലെയാണ് നിസ്കാരം എന്നാണ്. ഇതുപോലെയാണ് യഥാർത്ഥ നിസ്കാരം. നിസ്കാരം റഹ്മാനായ റബ്ബ് നമുക്ക് തന്നത് സുഹൃത്തുക്കളെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാനുള്ള വല്ലാത്തൊരു ഒരു വഴിക്ക് തന്നെയാണ്, തൗഫീക്ക് തന്നെയാണ്. മറ്റൊന്നെന്താ അറിയുക, തെറ്റിൽ നിന്ന് അകലാൻ കഴിയുന്ന നിസ്കാരത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനമാണ് തെറ്റിൽ നിന്ന് അകലാൻ കഴിയും. താര പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഖിമുസ് സ്വലാ, നിസ്കാരം നിങ്ങൾ മുറ പോലെ നിർവഹിച്ചോളി എന്നാണ്. എന്നാലോ ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായിക്കൊണ്ടും നമസ്കാരം മ്ലേച്ഛമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്തും അല്ലേ? ശരിക്കും ഉണ്ടാവൂലേ മനസ്സ് തട്ടി നിസ്കരിക്കുന്ന ഒരാൾ, അള്ളാൻ്റെ മുമ്പിൽ പോയി സംസാരിക്കുന്ന ഫീലിങ്ങോട് കൂടി നിസ്കരിക്കുന്ന ഒരാൾ, ലൊഹറിന് അങ്ങനെ നിസ്കരിച്ചിറങ്ങിയ ഒരാൾക്ക് അസറിനിടയിൽ തെറ്റ് കാണുമ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ നിർവഹിച്ചിട്ട് ഇപ്പം എങ്ങനെ ഇപ്പം ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ കണ്ട് പോകുക അല്ലേ? എന്ത് ചെറിയ കൊണ്ടാണ് പോകുക നമ്മൾ ചോദിക്കൂലേ? എന്ത് മുഖം കൊണ്ടാണ് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക? അസറിന് പോകണം, എനിക്ക് അസറിന് പോയിട്ട് എൻ്റെ കുറേ കാര്യങ്ങൾ ചോദിക്കാനുള്ള പടച്ചനോട് അല്ലേ? എൻ്റെ കുറേ ആവശ്യങ്ങൾ പടച്ച റബ്ബിനോട് പോയി പറയാനുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ തെറ്റി ഇതിങ്ങാണ്ട് റബ്ബിന് മുമ്പിൽ കണ്ട് പോവുക എന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തും. എന്ത് പറയുമ്പോഴും, എന്തൊന്ന് കണ്ണിൽ ഉടക്കുമ്പോഴും, എന്തൊന്ന് കേൾക്കാൻ ചെവി തയ്യാറാകുമ്പോഴും, എന്തൊന്ന് പറയാൻ നാവ് കൊതിക്കുമ്പോഴും, എന്തൊന്ന് ചിന്തിക്കാൻ മനസ്സ് പാകപ്പെടുമ്പോഴും നിസ്കാരമാണ് തടയുന്നതാണ്. എനിക്ക് പറ്റിയ കാഴ്ചയല്ല അത്. റബ്ബിൻ്റെ മുമ്പിൽ പോയി സംസാരിക്കുന്ന നിന്റെ വാക്കിന്ന് വരാൻ പറ്റിയ സാധനമല്ല അത്. എൻ്റെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമല്ല അത്. അത് ഒഴിവാക്കുന്നതാണ്, പറയുന്നതാണ്. ആ പിടുത്തം അത് റബ്ബ് നമുക്ക് നൽകുന്ന വല്ലാത്തൊരു തൗഫീക്കാണ്. സഹോദരങ്ങളെ, നിസ്കരിച്ച കിട്ടുന്നൊക്കെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊന്നറിയാം നിങ്ങൾ, അള്ളാൻ്റെ കാവലാണ്. അള്ളാൻ്റെ കാവൽ മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ എന്ന് പറഞ്ഞു. എന്താ വർത്താനം ആലോചിക്കുന്നത്? എന്താ പറഞ്ഞത്? ഒരാൾ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ജമാഅത്തായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരാണെങ്കിൽ പിന്നെ ജമാഅത്തും, സ്ത്രീകളാണെങ്കിൽ പിന്നെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാൻ്റെ ഉത്തരവാദിത്തത്തിൽ അവനെന്നാണ്. അള്ളാൻ്റെ ഉത്തരവാദിത്തത്തിൽ. ഇതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എന്താ അറിയുങ്ങൾ, സുബഹി നിസ്കരിച്ച ഒരാളോട് ശണ്ട കൂടാൻ ഞാനില്ല എന്നാണ്. കാരണം എന്താ? അവർ റബ്ബിൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. അവൻ്റെ ഗാർഡിയനായിട്ട് ആരുണ്ട്? പടച്ചോണ്ട് എന്നാണ്. ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോൻ്റെ തിരിച്ചടി എനിക്കിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമ്മളൊക്കെ ആഗ്രഹിക്കണം അതന്നെയല്ലേ? സേഫ്റ്റിയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളൊരു 500 രൂപ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ നമ്മൾ പറയാം. നമുക്ക് എവിടെ അതാണ് അല്ലേ? ഒരു വാഹനം എടുക്കുമ്പോൾ 6 എയർ ബാഗാന്ന് പറഞ്ഞാൽ എന്നാൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറയാം. എപ്പോഴും നമ്മൾ സേഫ്റ്റിനെ കുറിച്ചാണ് പറയാം. ഈ ദുനിയാവിൽ നമ്മൾ എന്തൊരു സേഫ്റ്റി ഒരുക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധിയില്ല സുഹൃത്തുക്കളെ, അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അല്ലേ?
എത്ര പൈസ കിട്ടിയ വാഹനമാണെന്നുണ്ടെങ്കിലും അത് തട്ടേണ്ട രൂപത്തിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞു. അവിടെ നിന്നല്ല യഥാർത്ഥത്തിൽ സേഫ്റ്റി ഉള്ളത്, പടച്ച റബ്ബാണ് തരേണ്ടത്. അത് തരുന്നതാണ്. സുബൈ നിസ്കരിച്ചാൽ അവൻക്ക് റഹ്മാനായ റബ്ബ് ഒരു കാവൽ കൊടുക്കുന്നതാണ്, കാവൽ കൊടുക്കും. പിന്നെന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, പ്രയാസം വരുമ്പോഴേ സുഹൃത്തുക്കളെ നിസ്കാരം വലിയൊരു പരിഹാരമാണെന്നാണ്. നിസ്കാരം ഒരു പരിഹാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് മനോവേദന ഉണ്ടെന്നുണ്ടെങ്കിലും നേരെ പോകുന്നതാണ് നിസ്കരിക്കാൻ. അള്ളാഹു റസൂൽ പറയാ എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാണെന്നാണ്. നമ്മുടെ മുൻഗാമികൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പിന്നെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ചോദിക്കണ്ടേ എനിക്ക് ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടോന്ന്. ആ സമയത്ത് പറയണ്ടേ ഉണ്ടൊരാഗ്രഹം, എന്താ 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. എന്തേ? അവസാനത്തെ വാക്ക്, എൻ്റെ ഭൂമി ലോകത്തെ അവസാനത്തെ വാക്ക് റഹ്മാനായ റബ്ബുമായിട്ട് നടക്കട്ടെ എന്ന് തീരുമാനിച്ചതാണ് അല്ലേ? അരിഹ്നാ ബിസ്സലാ, ബിലാലെ ഞങ്ങൾക്ക് നിസ്കാരം കൊണ്ട് നീ പിന്നെ ഒരു ആശ്വാസം കൊണ്ടാന്നാണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, അല്ലാഹ് പറയാണ് നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം ചോദിച്ചോളിന്നാണ്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിസ്കാരം പോകുമ്പോഴേ ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലേ? ഗ്രഹണം ബാധിച്ചു, നിസ്കരിച്ചോളിന്നാണ്. മഴയില്ല, നിസ്കരിച്ച് പ്രാർത്ഥിച്ചോളിന്നാണ്. നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണില്ല, എന്താ തീരുമാനിക്കുന്നത് പറയില്ല, വാക്ക് കൊടുക്കണോ വേണ്ട, ആകെ അങ്കലാപ്പിലാണ്. നിസ്കരിച്ചോളിന്നാണ്, ഇസ്തിഖാറത്തിന് നിസ്കാരം നിസ്കരിച്ചോളിന്നാണ് അല്ലേ? എവിടെയും ഒരു പരിഹാരം നിസ്കാരമായിക്കൊണ്ട് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നിസ്കരിക്കാത്തവരാരും ഇത് കേൾക്കുന്നുണ്ടാവില്ല, ഉണ്ടോ? നിസ്കരിക്കാത്തൊരു കുട്ടി ഇത് കേൾക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇത്രയേറെ പിന്നെ മഹത്വവും ഇത്രയേറെ ഗുണമേന്മയും ഈ നിസ്കാരത്തിന് ഉണ്ടെന്ന് പറയുമ്പോൾ, ഇതൊക്കെയാണ് യഥാർത്ഥ നിസ്കാരം കൊണ്ട് കിട്ടേണ്ടതെന്ന് പറയുമ്പോൾ, കാലം ഇതുവരെയായി ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്നു, ഈ ഒരു ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാറ്. നമ്മളോട് ചോദിക്കണം. പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ വന്ന് നിസ്കരിക്കാന്ന് പറയുമ്പോൾ ആലോചിക്കുകയും അതിനുവേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടൊരു സ്ഥലത്തേക്ക് വന്ന്, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടൊരു സമയത്തിന് വേണ്ടി വന്ന് കൃത്യമായ സമയമെടുത്ത് നിസ്കരിച്ചിട്ടും നമുക്കിതൊന്നും കിട്ടാത്ത അവസ്ഥയിൽ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളുടെ മനസ്സും ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും അതേ അവസ്ഥ തന്നെയാണ് നിസ്കരിച്ച് നമുക്കുള്ളതെങ്കിൽ പിന്നെ നിസ്കാരം കൊണ്ട് എന്താ മെച്ചം? നിസ്കാരം കൊണ്ട് എന്താ മെച്ചം? അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. 5 തരം നിസ്കാരക്കാരുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. 5 തരം നിസ്കാരക്കാർ. ഒന്നാമത്തെ ടീം ഏതാണെന്നറിയോ? ഒരു പരിഗണനയും കൊടുക്കാൻ നിസ്കരിക്കുന്ന ആളുകളാണ്. ഒരിങ്ങനെ ഒതുകൊടുക്കുന്നുണ്ടാവും, ടാപ്പിനടിയിൽ പോയിട്ട് നിൽക്കുന്നുണ്ടാവും, അതിങ്ങനെ കളിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴുകുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എവിടേക്കോ നനയുണ്ടോ, നനഞ്ഞോ, എല്ലാ ഭാഗം നനഞ്ഞോളം നിർബന്ധമില്ല, ഒന്നുമില്ല. ഇങ്ങനെ വരുന്നുണ്ടാവും, എന്തൊക്കെയോ കൈ പൊക്കുന്നു, കാല് പൊക്കുന്നു, പിന്നെ ഉളക്കുന്നു, ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ പോകുന്നു, ഒന്നും അറിഞ്ഞില്ല. ഒരു ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നിർവഹിച്ച ഭയപ്പെടണ്ടേ? ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹു പറഞ്ഞ സുഹൃത്തുക്കളെ അല്ലേ, നിസ്കാരക്കാർക്ക് നാശം എന്നാണ്. ഈ പറയപ്പെട്ട നിസ്കാരം അതിൽ ഉൾപ്പെടുമോ എന്നുള്ളത് നമ്മൾ നല്ലോണം പേടിക്കണ്ടേ. രണ്ടാമത്തെ ഒരു ടീം എന്താണെന്നറിയോ? എല്ലാം അറിയാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മനസ്സിൽ നിസ്കാരമില്ല എന്നുള്ളതാണ്. ഉളൂവിൻ്റെ മഹത്വം അറിയാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷേ മനസ്സിലേക്ക് ഒന്നും ഓർമ്മ വരില്ല. കൈ കണ്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകത്താണ്. ഇമാം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒരു ഞെട്ടലോടുകൂടെ നിസ്കാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനത്തെ രണ്ടാമത്തെ ഒരു ടീം ഉണ്ടെന്നാണ്. മൂന്നാമത്തെ ടീം എന്താണെന്നറിയോ? നിയമങ്ങളെല്ലാം പാലിക്കും. ഈ പറയപ്പെട്ട ഇങ്ങനെ ഒതു എടുക്കുന്ന സമയത്ത് ഇത് ഒതു എടുക്കുകയാണ്, ഇതിന് ഇത്ര പ്രതിഫലം ഉണ്ട്, അതിന് ശേഷമുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചൊല്ലും. നിസ്കാരം കൈ കെട്ടുമ്പോൾ ഇതെൻ്റെ റബ്ബിന് മുമ്പിലുള്ള നിപ്പാണ് എന്ന നിലക്കൊക്കെ ചിന്തയുണ്ട്, ശ്രദ്ധയുണ്ട്. പരമാവധി നിസ്കാരത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും. ഇടയ്ക്കൊക്കെ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. ഇവർക്ക് റഹ്മാനായ റബ്ബിനോട് പിന്നെ പടച്ചവനെ പുറത്തേറണമെന്ന് പറയാനുള്ളൊരു വകുപ്പുണ്ട്. കാരണം പരമാവധി പരിശ്രമിച്ചിട്ട് പിന്നെ നടക്കണതാണ്. മറ്റു രണ്ടും പരിശ്രമമല്ല. മൂന്നാമത്തെ ഒരു ടീമുണ്ട്, A to Z ശ്രദ്ധ നിസ്കാരത്തിൽ കണ്ട് കയറി കഴിഞ്ഞാൽ പക്കരിക്കും. അവർക്കൊരു പ്രത്യേക ശ്രദ്ധയായിരിക്കും. നിസ്കാരത്തിൽ മാത്രമല്ല, ആ ബാക്കി എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഭയങ്കര കോൺസെൻട്രേഷൻ പവറുള്ള കുറേ ആളുകളുണ്ടാവും. അഞ്ചാമത്തെ ഒരു ടീമുണ്ട്, ഇതിനപ്പുറത്തേക്ക് എന്താണെന്ന് ചിന്തിക്കണ്ട. അഞ്ചാമത്തെ ടീം എന്താ അറിയോ? നിസ്കാരത്തിൽ മാത്രമല്ല, അവർ ജീവിതത്തിലുടനീളം എൻ്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഉള്ളിൽപ്പെട്ട ഒരു
ഏരിയ മാത്രമാണ് അവരെ സംബന്ധിച്ചുള്ള നിസ്കാരം എന്നുള്ളത്. ജീവിതം തന്നെ എൻ്റെ റബ്ബുമായിട്ടുള്ള സംഭാഷണമാണ്. ജീവിതം തന്നെ എൻ്റെ റബ്ബൻ്റെ മുമ്പിൽ നിന്ന് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക, എന്നെ റബ്ബക ലബിൽ മിർസാദ് എന്ന രൂപത്തെ അന്വർത്ഥമാക്കും വിധമുള്ള ജീവിതക്രമമാണ് അവർ എന്ത് പറയുമ്പോഴും, എന്ത് കാണുമ്പോഴും, എന്ത് ചിന്തിക്കുമ്പോഴും ഉടനെ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെടുമോ, ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ഇന്ന ആളോട് ഈ രൂപത്തിൽ പറഞ്ഞാൽ അത് ശരിയാകുമോ എന്നൊരു 2 സെക്കൻഡ് എടുത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം പറയുന്ന ആളുകളാണ് അല്ലേ. അങ്ങനെ ജീവിതത്തിലുടനീളം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ഇഹ്സാനിൻ്റെ ആ വല്ലാത്തൊരു തലം. ഇസ്ലാമിന് 3 തട്ടുണ്ട് എന്നാണ്. ഏറ്റവും ടോപ്പ് തട്ടാണ് ഇഹ്സാൻ. എന്താ ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിന്റെ മുമ്പിൽ റബ്ബുണ്ട് എന്നതുപോലെ നിനക്ക് അവനെ കാണാൻ കഴിയുന്നില്ല എങ്കിലും അവനക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്ന ഒരു മനസ്സാന്നിധ്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എല്ലായിടത്തും ശ്രദ്ധ ഉണ്ട്. സ്വാഭാവികമായിക്കോട്ടും ഒന്നുകൂടെ ശ്രദ്ധ ഇതിൽ വരും, നിസ്കാരത്തിൽ വരും. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഇതിൽ ഏതിലാണ് നമ്മൾ പെടുന്നത് എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ശ്രദ്ധിക്കണം. ഇതിൽ ഏതിലാണ് നമ്മൾ പെടുക? ആസ്വദിച്ച് നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നത് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്നെന്താണെന്നറിയങ്ങൾ, നല്ല നിലക്ക് ഭക്തിപൂർവം നിസ്കാരം ആസ്വദിച്ച് നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞതിൽ ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, നിസ്കാരം എന്നുള്ളത് നമ്മുടെ ആവശ്യമായി മാറണമെന്നാണ്. ഇനിയിപ്പോൾ മഗ്‌രിബിന് പോകണല്ലേ, പള്ളിക്ക് ബാങ്ക് കൊടുത്തു, ആ മൈൻഡിലുള്ളവൻ്റെ മനസ്സെന്താ ഉണ്ടാകുക? വേറെ ആർക്കെങ്കിലും വേണ്ടി നിസ്കരിക്കും, കടമ നിർവഹിക്കാൻ വേണ്ടി നിസ്കരിക്കും. ഓനക്ക് കിട്ടൂല. അവനക്ക് ഈ ആസ്വാദനത്തിൻ്റെ 7 അയലത്തു കൂടെ പോകാൻ പറ്റൂല. ശിക്ഷയെന്നൊക്കെ ഒഴിവായിട്ടുണ്ടാവും, പക്ഷെ നിസ്കാരം കൊണ്ട് കിട്ടേണ്ട ഒരു മെച്ചം എനിക്ക് ഉണ്ടാവില്ല. ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ അവൻ തല ചൊറിഞ്ഞു, ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ എന്നുള്ള പറച്ചിലേക്ക് എത്തി, മനസ്സ് ചടച്ചു. അതല്ല, ഒന്നാമത്തെ ടീം ഏതാണെന്നറിയോ? നിസ്കാരത്തെ കാത്തിരിക്കുന്ന ആളാണ്. നിസ്കാരത്തെ കാത്തിരിക്കുക. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് വേണം ഇൻഷാ അല്ലാഹ് അടുത്ത നിസ്കാരത്തിന് പോയിട്ട് ആ സുജൂദ് കടന്നിട്ടൊന്ന് റബ്ബിനോട് പറയാൻ. അത്രയേറെ സമയം നമുക്ക് വരല്ലോ. നിസ്കാരത്തിൽ, ആ ഫർള് നിസ്കാരത്തിൽ അങ്ങനെ കൈ കെട്ടിയിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു പവർ ഉണ്ടല്ലോ, അത്തിയാത്തിൽ ഇരുന്നുകാണ്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു സമയം ഉണ്ടല്ലോ അല്ലേ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കാത്തിരിക്കുക. റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ വെയിറ്റ് ചെയ്ത് നിസ്കരിക്കുന്ന നിസ്കാരക്കാരനാവുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആവശ്യമാണ് നിസ്കാരം എന്നുള്ളതാണ്. മറ്റൊരാളുടെ കൈയടിക്കല്ല, വേറൊരാൾ നോക്കുന്നുണ്ടോ, നോക്കട്ടെ, നോക്കാതിരിക്കട്ടെ, ഒന്നും ശ്രദ്ധിക്കൂല അല്ലേ. രഹസ്യമായിട്ട് പരസ്യം ഒന്നും ശ്രദ്ധിക്കൂല. അവൻ ആ നിസ്കാരത്തെ വെയിറ്റ് ചെയ്ത് ആ സമയം അവിടെ എത്തുന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു നിസ്കാരക്കാരനായിക്കൂടെ നമ്മൾ മാറാന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ കാര്യങ്ങൾ, നിസ്കരിക്കുന്ന സമയം നിസ്കാരത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ശരീരത്തിന് മാത്രമല്ല നിസ്കാരമുള്ളത്, മനസ്സിന് നിസ്കാരമുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇദാ ഖുംത ഇല സ്വലാ ഫഖും ഖാനിതൻ, എന്താ കമാ അമറക്കല്ലാഹ്, നീ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ഇതിനെ കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കാം. എന്താ കാര്യമുള്ള? ഒരു കാര്യമില്ല. അള്ളാഹു റസൂൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരാളിങ്ങനെ നിസ്കരിക്കണ റസൂൽ ഇങ്ങനെ കാണുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോഴോടാ എന്നിട്ടോ സൊല്ലി ഫഇന്നക ലം തുസല്ലി, ഒന്നുകൂടി പോയി നിസ്കരിച്ചിട്ടില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് അള്ളാഹു റസൂൽ പറഞ്ഞു നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിച്ചിട്ട് പോകാം. വേറെ ചോദിച്ചില്ല, അദ്ദേഹം വീണ്ടും പോയിട്ട് നിസ്കരിച്ചു. പിന്നെയും വന്നു, പോയിട്ട് ഇനി നിസ്കരിക്കാറുണ്ട്, ഈ നിസ്കരിച്ചിട്ടില്ല. എന്താ പറഞ്ഞേ? ഫലത്തിൽ നീ നിസ്കരിച്ചിട്ടില്ല എന്ന് അല്ലേ. അള്ളാഹിൻ്റെ മുമ്പിൽ നിസ്കരിച്ച ആളുകൾ നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞേ. അതെന്താ? നിസ്കരിക്കേണ്ട പോലെ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. നിസ്കരിച്ചോളി എന്നല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിക്കൊണ്ടാണ് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിർവഹിക്കണം എന്നാണ്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിന് നിസ്കാരമുണ്ട്. അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു റസൂൽ പഠിപ്പിച്ചൊരു രൂപമുണ്ട്. എങ്ങനെ കൈ കെട്ടിക്കോളി എന്നല്ല അള്ളാഹു റസൂൽ പറഞ്ഞത്, കൈ കെട്ടേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു അല്ലേ. റുക്കൂഴുകളാണ് ചെയ്തോളിയും, അതെങ്ങനെയൊക്കെ ചെയ്തോളിടാ, പ്രശ്നമൊന്നുമില്ല എന്നല്ല അള്ളാഹു റസൂൽ പറഞ്ഞത്, എങ്ങനെയെന്ന് കാണിച്ചെന്നു. സുജൂദ് ചെയ്തോളി എന്ന് മാത്രമല്ല, എങ്ങനെയെന്ന് അള്ളാഹു റസൂൽ കാണിച്ചെന്നു.
സഹോദരങ്ങളെ, എല്ലാം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിക്കൊണ്ട് പറഞ്ഞു. ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ളും, അഥവാ 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് നിർവഹിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. സുജൂദ് നിർവഹിക്കുമ്പോൾ 7 അവയവങ്ങൾ തട്ടണം എന്നാണ്. ചില ആളുകളുടെ മൂക്ക് കെട്ടൂല, ചില ആളുകളുടെ തള്ളവിരലിങ്ങനെ കാലിൻ്റെ വിരലുകളിങ്ങനെ പൊങ്ങിക്കിടക്കണതാണ്. സുജൂദിനെ ബാധിക്കുന്നുണ്ട്. സുജൂദ് എന്ന് പറഞ്ഞ റുക്കിനാണ്. റുക്കിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലാവുമെന്നാണ് പണ്ഡിതന്മാർ പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു രീതി തന്നെയാണോ നാളിതുവരെ ഞാൻ ചെയ്യുന്ന നിസ്കാരത്തിൽ ഉള്ളത് എന്നൊന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയും. എന്തെല്ലാം നമ്മൾ പഠിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ശരിക്കിറങ്ങേണ്ട പ്രകാരം ഇറങ്ങിയതിനൊക്കെ നമ്മൾ സമയം കണ്ടിട്ടുണ്ട്. ഇത് 5 വഖത്ത് നിർബന്ധമായും അതിനപ്പുറത്ത് ഐച്ഛികമായും നമ്മൾ നിർവഹിക്കേണ്ട നിസ്കാരം അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ചേലിലും കോലത്തിലും തന്നെയാണോ നിർവഹിക്കുന്നത് എന്നൊന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, പിന്നെ എൻ്റെ എല്ലാ കാര്യവും അള്ളാഹു ആണ് ശരിയാക്കി തരുന്നത് അല്ലേ? എൻ്റെ എല്ലാ കാര്യവും റഹ്മാനായ റബ്ബാണ് ശരിയാക്കി തരുന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു ഹക്കാണ് നിസ്കാരം എന്നുള്ളത്. അത് നമ്മൾ കൊടുക്കുക. എൻ്റെ എല്ലാ കാര്യവും ശരിയാക്കി തരുന്ന ആളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടെ അത് ചെയ്യാന്നുള്ളതാണ്. എവിടൊക്കെ ഒരു വീഴ്ച വരുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിന് എന്നോടുള്ള ഒരു മതിപ്പ് കുറയുമെന്നും ആ മതിപ്പ് കുറയിൽ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തെ ബാധിക്കും എന്നൊരു ചിന്തയോടുകൂടെ നിർവഹിക്കുന്നത്. കാരണം എന്താ? ഈ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഇരു ലോകത്തെയും നന്മകൾ നേടിയെടുക്കാൻ. ആ ഒരു മനസ്സോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, എൻ്റെ ശ്രദ്ധ എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിസ്കാരം തെറ്റും എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയില്ലേ, ശ്രദ്ധ മരിച്ചാൽ അപകടം ജനിക്കുന്നല്ലേ അല്ലേ? ഞാൻ ശ്രദ്ധിച്ച് നിർവഹിച്ചാലേ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ എനിക്ക് നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ നിസ്കാരം തെറ്റാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറെക്കുറെ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല നിലയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിയും. മറ്റൊന്നാണ് പ്രധാനപ്പെട്ട ഘടകം, പിന്നെ വിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞ് റഹ്മാനായ റബ്ബ് ഉടനെ തന്നെ പറഞ്ഞ കാര്യമാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിജയം കൈവരിക്കുന്നതിൻ്റെ മാനദണ്ഡമായ ആദ്യം പടച്ചറബ് പറഞ്ഞ എന്താണെന്നറിയോ? അവർ നിസ്കരിക്കുന്നവർ എന്നല്ല. അങ്ങനെ നമ്മളൊക്കെ കഴിച്ചിലായിരുന്നു. എന്താ പറഞ്ഞേ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണെന്നാണ്. ഒരു പേടിയും ബേജാറോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഗൗരവത്തോടുകൂടെ നിർവഹിക്കുന്നവരാണെന്നാണ്. അപ്പോൾ ഭയഭക്തി എങ്ങനെയാണ് സുഹൃത്തുക്കളെ ലഭിക്കുക? അത് വെറുതെ കിട്ടൂല. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഭയഭക്തി കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിപ്പിക്കുക. മറ്റേ നിസ്കാരം ഒന്ന് ശരിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? നിസ്കാരം ഒന്ന് റൂഹൽ കൊണ്ടുകൊണ്ട് നിസ്കരിക്കാനാണ്. ഇത് ഭയഭക്തിയാണ്. ഭയഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നല്ലൊരു മുന്നൊരുക്കം വേണമെന്നാണ്. മുന്നൊരുക്കമില്ലാത്ത ഒന്നും നടക്കുമോ? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതൊക്കെ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത് ഇത്ര വൃത്തിക്കും വെടുപ്പ് നടക്കണേ അല്ലേ? നമ്മളിവിടെ വന്നിട്ടാണ് അതൊക്കെ ഒരുക്കിയതല്ല. ഇത് തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങി എന്നതുപോലെ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അതിനൊരു ഒരുക്കമുണ്ടെന്നാണ്. ഒരുക്കം. അങ്ങനെ ഒരുങ്ങാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഏതാണ് ഒരുക്കം? പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നെന്താ അറിയോ? എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയോ? ഒരുക്കം നല്ലോണം ആലോചിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാങ്കിന് ജവാബ് കൊടുക്കണം എന്നാണ്. ബാങ്കിന് ജവാബ് കൊടുക്കുക. അപ്പോൾ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ എന്താ പറയുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നല്ലേ? എന്താ ഇപ്പം പറഞ്ഞേ? നിസ്കാരത്തിലേക്കുണ്ട് വരീം, വിജയത്തിലേക്കുണ്ട് വരിയെന്ന് പിന്നെ ഇവിടുന്ന് നമ്മളോട് കേൾക്കുന്ന സമയത്ത് പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താ അപ്പം അതിൻ്റെ അർത്ഥം? അള്ളാഹുവേ വരണം നല്ല ബോധ്യക്കുണ്ട്, പക്ഷെ ഇവിടുന്ന് വരണം എന്നുണ്ടെങ്കിൽ നിൻ്റെ തൗഫീക്ക് വേണമെന്നാണ്. നീ എനിക്ക് അതിനുള്ള തൗഫീക്ക് നൽകണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ ആകത്തുക. ലാ ഹൗല വലാ ഖുവത എന്ന് പറഞ്ഞാൽ അതാണ്. അവിടുന്ന് വരാനുള്ള ഒരുക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ പടച്ചോനെ ഈ ശരിയാക്കി തരണമെന്നാണ് അല്ലേ? വെറുതെ നീക്കുമ്പോൾ കാലൊന്നും അങ്ങോട്ട് ഒളിക്കൊന്ന് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? തടസ്സമായില്ലേ അല്ലേ? എന്തൊക്കെ തടസ്സങ്ങൾ വരാം, എന്തൊക്കെ തടസ്സങ്ങൾ അതിൻ്റെ ഇടയിൽ വരാം. ഒരു തടസ്സങ്ങളില്ലാതെ നീ വിളിച്ചിടത്തേക്ക് വന്ന് കൃത്യമായിക്കൊണ്ട് നിർവഹിക്കാൻ എന്തൊക്കെ വേണോ അതിനുള്ള തൗഫീക്ക് മുഴുവൻ എനിക്ക് നൽകണേ എന്നൊരൊറ്റ വാക്ക്
ആ വലിയൊരു അർത്ഥം ലാ ഹൗല വലാ ഖുവത്തയിൽ വന്നു എന്നാണ്. അപ്പോൾ ബാങ്കിന് ഉള്ള മറുപടി കൊടുക്കുക, അതിനുശേഷമുള്ള പ്രാർത്ഥന പിന്നെ ചൊല്ലുക, അതേപോലെ തന്നെ മനസ്സാന്നിധ്യത്തോടുകൂടെ വുളു നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ടാപ്പിനടിക്ക് ഇങ്ങനെ പോണും കാണാൻ തുറക്കണം കാണാൻ ഇതിങ്ങനെ ഡെയിലി ചെയ്തിട്ട് അതങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്തു വരികയാണ്. ഒക്കെ പെർഫെക്റ്റ് നനയേണ്ട ഭാഗമൊക്കെ നനഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഈ എടുത്തത് വുളുവ എന്നുള്ള ധാരണ ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ ആകരുത്. വുളുവാണ് ഞാൻ എടുക്കുന്നത് എന്നൊരു ഒരു ബോധത്തോടു കൂടെ, പിന്നെ ഒരു മനസ്സാന്തത്തോടു കൂടെ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു സന്തോഷത്തോടു കൂടെ അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ പതിവാക്കുമ്പോൾ അവനെ കാത്ത് സ്വർഗത്തിലെ 8 കവാടവും ഉണ്ടെന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് ആവാഹിച്ച് വുളുവിന് ശേഷമുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് പള്ളിയിലേക്ക് പരമാവധി നടന്നു പോയി തഹിയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. പള്ളിയിൽ കയറിയിട്ട് തഹിയ്യത്ത് നിസ്കരിക്കുക. മുൻപ് റവാത്തിബ് ഉണ്ടെങ്കിൽ ആ റവാത്തിബ് നിസ്കാരം നടക്കുമ്പോൾ നമ്മൾ എന്തായി, ഏറെക്കുറെ 50% നമ്മൾ നിസ്കാരത്തിലേക്ക് എത്തി. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി. എന്നിട്ട് നമ്മൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാണ്, ഒന്ന് വെയിറ്റ് ചെയ്യാണ്. എന്നിട്ടോ നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കണം എന്നാണ്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ദഅവത്ത് മുസ്തജാബ, ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥന, ലാ യുറദ്ദു എന്നാണ്, തള്ളൂല എന്നാണ്. ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ നാം ചോദിക്കുന്ന ചോദ്യങ്ങളെ റഹ്മാനായ റബ്ബ് അത് തള്ളി മാറ്റൂല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊരു മനസ്സാന്തത്തോടു കൂടെ നിസ്കാരത്തിലേക്ക് കണ്ട് കയറുമ്പോൾ ഇൻഷാ അള്ളാഹ് അത് വല്ലാത്തൊരു നിസ്കാരമായിരിക്കുന്നതാണ്. ഒരിക്കലും ആ ബാങ്ക് കൊടുക്കുന്നത് നമ്മുടെ ടെൻഷൻ വന്നു, ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ടെൻഷൻ കയറി, പടച്ചോ ഇനിയിപ്പോൾ അതെന്താവും, എന്തിനും തടസ്സം വരും, അങ്ങോട്ടാകും എന്നൊരു പേടിയോടുകൂടെ അങ്ങനെ നിസ്കാരത്തെ കാണാൻ കഴിയാന്നല്ല. മറ്റൊന്ന് പറഞ്ഞു, നമ്മുടെ നിസ്കാരത്തെ പിന്നെ ഇടയ്ക്കിങ്ങനെ ബാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബാത്റൂം പോകാനൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കുക എന്നുള്ളതാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് വേണം ബാത്റൂം പോകാനേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്താവില്ല, ആ നിസ്കാരത്തിൻ്റെ സമയം മുഴുവനും നമ്മൾ ബാത്റൂമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നേരത്തെ ബാത്റൂം പോയിട്ട് പിന്നെ എന്നിട്ട് കിട്ടിയത് മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ബാത്റൂം പോകാൻ നല്ല ടെൻഡൻസി ഉണ്ട്, പിന്നെ ആ സമയത്ത് തന്നെ ജമാഅത്ത് നടക്കുകയാണ്, ഇപ്പോൾ ഞാൻ ജമാഅത്തിൽ കയറുന്ന ബാത്റൂം പോകണമെന്നോ, ബാത്റൂം പോയിട്ട് വന്നോ പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് ജമാഅത്ത് കിട്ടിയാൽ മതി എന്നാണ്. പുണ്യത്തിൽ നിനക്ക് എന്തുണ്ട്, ജമാഅത്തിൻ്റെ പുണ്യം നിനക്കുണ്ട്. കാരണം എന്താ, നീ നെയ്യത്ത് വെച്ച് വന്നതൊക്കെ എന്തിനാ, ജമാഅത്ത് കിട്ടാനല്ലേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ എന്തായിക്കണോ, അതിൻ്റെ കൂലി എനിക്ക് കിട്ടിക്കണോ, ഇനി അതിൻ്റെ ഇടയിൽ മരിച്ചൊന്ന് കൂട്ടുക, എന്നാലും ആ കൂലി കിട്ടിയെന്നാണ് അല്ലേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിസ്കാരത്തിന് അതിൻ്റെ ഖുശൂവിനെ ബാധിക്കുന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധത്തോടു കൂടെ നിർവഹിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ചൊല്ലിപ്പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊരു ആകെ മൊത്തത്തിലൊരു ആശയമെങ്കിലും നമ്മൾ പഠിക്കണം. ഫാത്തിഹയുടെ അർത്ഥമൊന്നും അറിയാത്ത ഒരു കുട്ടി സദസ്സിലുണ്ടാകരുത്, ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രശ്നമാണ് സുഹൃത്തുക്കൾ. ചൊല്ലിപ്പറയുന്ന ഓരോ വാക്കുകളെക്കുറിച്ചും പ്രാരംഭ പ്രാർത്ഥനകൾ അല്ലേ, എത്ര സുന്ദരമായ പ്രാർത്ഥനകൾ ആലോചിക്കുകയും, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായ എന്ന് പറയുമ്പോൾ കമാ ബഅഅത്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പവർ എത്രയാണ്. അല്ലാഹുവേ, കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ നീ അകറ്റിയതുപോലെ എന്നെയും എൻ്റെ പാപത്തെയും നീ അകറ്റിക്കളയണമെന്നാണ്. എന്താണ് ഓരോ വാക്കുകളും, അല്ലെങ്കിൽ ഓരോ വാക്കുകളെടുത്ത് ഇതൊക്കെ ചൊല്ലി പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി ഉണ്ട്. അത് ഈ ആശയങ്ങൾക്ക് പറയുമ്പോഴേ കിട്ടുള്ളൂ. അതേപോലെ തന്നെ എന്നും ഒരേ സൂറത്തിനെ ചൊല്ലാതിരിക്കുക. സൂറത്തുൽ ഇഖ്ലാസിന് വലിയ മഹത്വമുണ്ട്, സുലുസുൽ ഖുർആനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അതന്നെ അങ്ങനെ വന്നു പോകുന്ന ശരിയല്ല, അത് ശരിയല്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ കുറച്ച് സൂറത്തുകളൊക്കെ ബോധപൂർവ്വം ഞാൻ ഇൻഷാ അല്ലാഹ് 1ാമത്തെ റക്അത്തിൽ ഈ സൂറത്ത് എന്ന് ചൊല്ലുക, 2ാമത്തിൽ ഇന്നതാ ചൊല്ലുക എന്നൊരു പ്ലാനിങ്ങോട് കൂടെ വരാൻ കഴിഞ്ഞാൽ മനസ്സാന്നിധ്യത്തോടു കൂടെ നിർവഹിക്കാൻ കഴിയുന്നതാണ്. മറ്റിങ്ങനെയുണ്ട് വലല്ലാലീൻ ആമീൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ 491 സൂറത്ത് വന്ന് വീഴാൻ പാടില്ല, ആലോചിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സുജൂദിൽ നമ്മൾ എന്താ ചൊല്ലണത്, സുബ്ഹാന റബ്ബിൽ അലീം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, സുബ്ഹാന റബ്ബിൽ അഅല എന്ന് പറഞ്ഞാൽ എന്താണ്, സുജൂദിനിടയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്താണ്, പിന്നെ തശഹുദിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എക്സ്ട്രാ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്. സഹോദരങ്ങളെ, നമ്മൾക്കൊരു സമയം കണ്ടെത്തിയിട്ട് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു തീരുമാനം ഈ റമളാനിൻ്റെ ഈ ഷറഫാക്കപ്പെട്ട സമയങ്ങളിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഇൻഷാ അല്ലാഹ് ഞാനത് പഠിച്ചെടുക്കും. അങ്ങനത്തെ ഒരു സജീവമായ ശ്രദ്ധ നമുക്കുണ്ട്. ഒരു പ്രായം തന്നെ തടസ്സമല്ല സുഹൃത്തുക്കളെ, ഒരു തടസ്സമല്ല. അള്ളാഹിൻ്റെ ദീൻ എന്ന് പറയുന്നത് എളുപ്പമാണ്.
അള്ളാഹിൻ്റെ ദീനത എളുപ്പമാണ്. ഒരു കുട്ടിക്കെടുക്ക് നമ്മളായിട്ട് കുട്ടിക്കെടുക്ക് ഉണ്ടാക്കരുന്നാൽ മനസ്സിലായില്ലെങ്കിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാ അതൊക്കെ എന്താണ് ചൊല്ലണമെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇഫ്ളാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ വേണം, നമുക്ക് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായി കൊണ്ട് കേട്ടും പഠിച്ചും ഇരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. പൊതുവായി നമ്മൾ പ്രാർത്ഥിക്കുക. എന്താ അറിയോ, അപ്പോൾ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, എത്ര മനോഹരമായ പ്രാർത്ഥന അറിയോ. അതിലുണ്ട് സുഹൃത്തുക്കളെ, ഇതിനെല്ലാം ഉള്ള പരിഹാരയിലുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, പടച്ചോനെ നിന്നെ ഓർക്കാൻ, നിന്നെ ഓർക്കേണ്ട ഇടത്ത് ഓർക്കേണ്ട പോലെ ഓർക്കാൻ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പടച്ചോനെ ഓർക്കണം എന്നുള്ള അറിവുണ്ട്, പക്ഷെ ഓർക്കലുണ്ടോ? ഓർത്തൊരാൾ എന്ത് വരും, ബിസ്മില്ല പറയും. ഭക്ഷണം കഴിക്കുന്ന സമയം കഴിച്ചു കഴിഞ്ഞ ശേഷം അല്ലാതെ ഓർക്കണം, നമ്മൾ പഠിച്ചിരിക്കുന്ന ഇൽമൊക്കെ ഉണ്ട്, പക്ഷെ ആ സമയത്ത് ഓർമ്മ വന്നോ? അത് ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ ആരുടെ സഹായം വേണം? അള്ളാൻ്റെ സഹായമാണ്. ആ സഹായത്തിന് നമ്മൾ ചോദിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, പടച്ചോനെ നിന്നെ ഓർക്കാൻ, നിന്റെ ഓർമ്മ സദാ മനസ്സിൽ കൊണ്ട് നടക്കാൻ ഈ എന്നെ സഹായിക്കണം. പിന്നെയോ വ ശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ. അതേപോലെ തന്നെ പിന്നെ വ ഹുസ്നി ഇബാദതിക, നിനക്ക് ഞാൻ നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തും വളരെ ഭംഗിയായിക്കൊണ്ട് നിർവഹിക്കാൻ നീ എന്നെ സഹായിക്കണം എന്നാണ്. എല്ലാ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ചോദിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനകളൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഒന്ന്, ഗൗരവത്തിൽ എന്താണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ നിർവഹിക്കേണ്ട കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചൊരു സീരിയസ്നെസ്, ഒരു ഗൗരവ സ്വഭാവം നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വേണം. ഇപ്പോൾ നോമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ നോമ്പ് ബാത്തിലാകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു പേടി ബേജാർ നമുക്കില്ലേ, അല്ലേ? ഒരു ശ്രദ്ധയും കാര്യങ്ങൾക്ക് നമുക്ക് കാണിക്കണില്ലേ എന്നതുപോലെ നിസ്കാരത്തെക്കുറിച്ച് ഉണ്ടാകണമെന്ന് ചുരുക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത്. മറ്റൊന്ന്, ഈ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കുക എന്നുള്ളതാണ്. കിട്ടാൻ പോണ പ്രതിഫലത്തെക്കുറിച്ച് ആലോചിക്കുക. 5 ഹജ്ജ് ചെയ്ത് കൂലി കിട്ടും ഒരു ദിവസം നിസ്കാരം ശരിക്കും നിർവഹിച്ചാൽ. എന്ത് വേണമെന്ന് അറിയോ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിർബന്ധമാണ്. ഒരു കോംപ്രമൈസ് വരെ വരുത്തരുത് സുഹൃത്തുക്കളെ. പള്ളിയിൽ വന്ന് 5 വഖത്ത് നിസ്കാരം ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുന്ന ഒരാളെ കാത്തിരിക്കുന്നത് ഓരോ വക്തിലും ഒരു ഹജ്ജിന്റെ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ, ആരെങ്കിലും വീട്ടിൽ നിന്നാകട്ടെ മറ്റിടത്തുനിന്നാകട്ടെ വളു എടുത്തുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു, ഇലാ സ്വലാത്തി മക്തൂബ, എന്തിന്? നിർബന്ധമായ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട്, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, എന്താ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നതെന്നാണ്. ഒരു ഹജ്ജിന്റെ കൂലിയാണ്, ഹജ്ജിന്റെ കൂലിയാണ്. ആലോചിക്കും. പിന്നെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പിന്നെ എന്ന 33 തവണ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അത് നിർവഹിച്ച് കഴിഞ്ഞാൽ അപ്പോഴും കിട്ടും ഹജ്ജിന്റെ കൂലി എന്നാണ്. അപ്പോൾ ഒരു വക്തിന് വന്ന് തിരിച്ചു പോകുന്ന ഒരാൾക്ക് 2 ഹജ്ജിന്റെ കൂലിയാണ് കിട്ടണം, ഒരു വക്തിന് ചുരുങ്ങിയത്. അപ്പോൾ ഒരു ദിവസത്രായി 10 ഹജ്ജിന്റെ കൂലിയാണ് കിട്ടണം. സഹോദരങ്ങൾ, ഇനി നമുക്ക് പടച്ചറമ്പ് എന്താ തരണ്ട്? ഒരൊറ്റ നിസ്കാരം എന്നൊരൊറ്റൊരു ടോപ്പിക്കിലാണ് ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് തരാൻ പോണത്. ഇത്രയേറെ ജീവിതത്തെ സമൂലമായി കൊണ്ട് ബാധിക്കുന്ന ഇഹ പര നേട്ടം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ക്യാപ്സ്യൂളാണ് യഥാർത്ഥത്തിൽ നാം നിർവഹിക്കുന്ന നിസ്കാരം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരെങ്കിലും ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നിസ്കാരം ഒഴിവാക്കി എനിക്ക് ഇസ്ലാമിലൊരു ഓഹരി ഇല്ല എന്നാണ്. അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും പിന്നെ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു കാഫിറാണെന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. ഇത്രയേറെ നല്ലൊരു പിന്നെ സാഹചര്യം സന്ദർഭം നിസ്കാരത്തിലൂടെ റബ്ബ് അവനക്ക് കൊടുത്തിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും സുഹൃത്തുക്കൾ. അതുകൊണ്ട് നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് നിസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ഒന്നുകൂടി അതിൻ്റെ റൂഹുകൾ കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയും. ആ റൂഹുകൾ കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നതോട് കൂടെ ഇരു ലോകത്തിൽ നമ്മൾ മുൻപന്തിയിലെത്തും. നമ്മളെ കാത്തതാ സ്വർഗത്തിൽ, സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത നമുക്ക് ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതിലും പറഞ്ഞതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അപാരമായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാളിതുവരെ ചെയ്ത എല്ലാ നന്മകളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുന്നതോടൊപ്പം ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും പോരായ്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്
اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.